കഴിഞ്ഞ മെയ് ദിനം കടന്നു പോയപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് കിട്ടിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആ ചിന്തകൾ പ്രധാനമായിട്ടും വിശുദ്ധ ബൈബിളിൽ തൊഴിലാളികളെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മഹത്വം, സഭ തൊഴിലാളികളുടെ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സെയിൻറ്റ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മെയ് ദിനം, തൊഴിലാളി ദിനം, അത് ഉടലെടുത്തത് വല്ല റഷ്യയിലോ ചൈനയിലോ ഒക്കെ ആയിരിക്കുമെന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. അങ്ങനെ അല്ല. അത് അമേരിക്കയിലെ ചിക്കാഗോയിൽ ഉടലെടുത്ത ഒരു ആശയമാണ്. തൊഴിലാളികളുടെ ബഹുമാനാർത്ഥം ആചരിക്കുന്ന ഒരു ദിവസം. തൊഴിലിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എന്ത് പറയുന്നു? തൊഴിലാളികളെക്കുറിച്ച് എന്ത് പറയുന്നു? ഇതൊക്കെയാണ് ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, തൊഴിലാളികളുടെ മധ്യസ്ഥനായി സഭ എടുത്തിട്ടുള്ള ഒരാളുടെ ലീഡർ, ആ ലീഡറായിട്ട് സഭ കണക്കാക്കുന്നത് ആരെ? അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യങ്ങൾ. അത് നമുക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ആ ലീഡർ എനിക്ക് വളരെയേറെ ആകർഷണം തോന്നിയ ഒരു ലീഡറാണ് സെയിൻറ്റ് ജോസഫ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മൾ തൊഴിൽ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നൊരു ഭാഗമുണ്ട്. 1-2 അധ്യായങ്ങളിൽ നിങ്ങൾ വായിക്കുന്ന ദൈവകൃപ നമ്മളിൽ നിന്ന് പോയപ്പോൾ ആണ് നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവകൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതുവരെ ഈ പ്രപഞ്ചം മുഴുവൻ ആദത്തിൻ്റെയും ഹവ്വയുടെയും കൂടെയായിരുന്നു. പ്രപഞ്ചം മുഴുവൻ ആദത്തിനും ഹവ്വയ്ക്കും ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവർക്കൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ഫലം പറിച്ചു തിന്നുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ ആ ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അധ്വാനിക്കേണ്ടതായിട്ട് വന്നു. അവിടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ശിക്ഷയായിട്ടൊക്കെയാണ് അതിന് കാണുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. നീ ഇനി ജോലി ചെയ്യേണ്ടി വരും, പക്ഷേ ജോലി ചെയ്താലും നിനക്ക് ദൈവകൃപയില്ലാത്തതുകൊണ്ട് ഫലമൊന്നും കിട്ടുകയില്ല. പക്ഷെ നിനക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിനക്ക് ജീവിക്കാനുള്ളതെല്ലാം സമ്പാദിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ ദൈവം ആദത്തിനെയും ഹവ്വയെയും അവൻ്റെ സന്താന പരമ്പരകളെയും അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ചിന്തയാണ് പറയുന്നത്. അതായത് ശിക്ഷിക്കുക അല്ല ചെയ്തത്. ദൈവം ശിക്ഷിക്കുന്നവനല്ല, ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവം സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. ദൈവം കോപിക്കുന്നവനല്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തയുണ്ട്. കോപിക്കുന്നു, കോപമാർന്ന നയനത്തോടെ നീ എന്നെ നോക്കരുതെന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട്. കോപിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന് ദുഃഖം വരികയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് അത് അവനിൽ ഫലപ്രദമാകുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ നമ്മളോട് കോപിക്കുകയൊന്നുമില്ല, സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞല്ലോ, ദൈവം സ്നേഹമാകുന്നുവെന്ന്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ എന്താ ഉള്ളത്? ഒരു കേക്ക്
മധുരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിലെവിടെയെങ്കിലും പിന്നെ കയ്പുണ്ടാവുമോ? ഉണ്ടാവില്ല. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാണ് ദൈവം. നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും അത്രയും ദൈവിക അംശം നിങ്ങളിലുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാലാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഒന്ന്, സ്നേഹിക്കുന്ന വ്യക്തിക്ക് നന്മ വരാൻ പ്രവർത്തിക്കും. 2, അദ്ദേഹത്തിന് ദ്രോഹം വരുന്ന ഒന്നും നിങ്ങൾ ചെയ്യില്ല. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും നമുക്ക് ദ്രോഹം വരുന്ന ഒന്നും നമുക്ക് ചെയ്യില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളിലുള്ള നന്മകൾ വളർത്തിയെടുക്കാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, സ്രഷ്ടാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, സൃഷ്ടവസ്തുക്കളെല്ലാം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു ഭാഗം. ഞാനിതിൽ വിശ്വസിക്കുന്ന ആളാണ്. സ്രഷ്ടാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ സൃഷ്ടവസ്തുക്കളെല്ലാം, പ്രപഞ്ചം മുഴുവൻ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും. പ്രപഞ്ചം മുഴുവൻ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും. വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ് എനിക്കുള്ളത്. ഇതൊന്നും ഞാൻ എവിടെ നിന്നും ആരെങ്കിലും പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയതൊന്നുമല്ല. ബൈബിളിൽ കണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ബൈബിൾ വായിച്ച് ഒന്നുകൂടി ആ ആശയം പറയട്ടെ. സ്രഷ്ടാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ സൃഷ്ടവസ്തുക്കളെല്ലാം, പ്രകൃതി മുഴുവൻ നമുക്കനുകൂലമായിട്ട് പ്രവർത്തിക്കും. ഞാനത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ചിത്രം കടന്നു വരുന്നതാണ്. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളുടെ എളന്തുരുത്തി സെൻറ്ററിൽ ശരിക്കും വലിയ കാറ്റുണ്ടായി. കാറ്റൊക്കെ ചില ഭാഗത്തേക്കൂടെ മാത്രമേ പോയുള്ളൂ. അപ്പോൾ അവിടെ മാത്രമാണ് നാശനഷ്ടങ്ങളുണ്ടായത്. അത് ഞങ്ങളുടെ കോമ്പൗണ്ടിലൂടെ കടന്ന തൊട്ടപ്പുറത്ത് കടന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഇങ്ങനെ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ അതൊരു എഡ്യൂക്കേഷൻ സെൻ്ററാണ്. 8 ഏക്കറിൻ്റെ ഒരു ക്യാമ്പസ്. അവിടെ ഒരു തെങ്ങ് ഒടിഞ്ഞു വീണു, കടപുഴകി വീണു കാറ്റത്ത്. രാവിലെ ഞാനിത് ചെന്ന് കണ്ടപ്പോൾ തമ്പുരാനെ ഞാൻ സ്തുതിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ വെട്ടിയിട്ടാൽ പോലും ഇങ്ങനെ അത് വീഴില്ല. ശരിക്കും നമ്മൾ എത്ര വിദഗ്ധനായ വെട്ടുകാരൻ വെട്ടിയിട്ടാലും അതങ്ങനെ വീഴില്ല. ഒരു സാധനത്തെയും തൊടാതെ കൃത്യമായ ഒഴിവുള്ള സ്ഥലത്ത് മാത്രം. അതും തെങ്ങിനൊരു വളവുണ്ട്. ആ വളവ് അനുസരിച്ച് ശരിക്കും അത് വീണ് കിടക്കുന്നു. ഒരു ഇതും വരുത്താതെ, ഒരു നാശനഷ്ടവും വേറെ വരുത്താതെ. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. തമ്പുരാൻ നമ്മളെത്രയും കാത്ത് പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത ഒരിക്കൽ കൂടി വന്നു. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ദാസ്യവൃത്തി ചെയ്യുമെന്നാണ് ഞാൻ പറയുക. എനിക്ക് ആ വാക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുകയാണ്. ദാസ്യവൃത്തി ചെയ്യും. നിങ്ങൾ യോനാ പ്രവാചകൻ്റെ ഇത് കേട്ടിട്ടുണ്ടാവും. യോനാ പ്രവാചകൻ ദൈവത്തോട് മറുതലിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുങ്കാറ്റിൽ പെടേണ്ടി വന്നു. ആളുകൾ അയാളെ തൂക്കി വെള്ളത്തിലേക്ക് ഇട്ടു. അയാൾ പശ്ചാത്തപിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒരു തിമിംഗലം വന്ന് അയാളെ വിഴുങ്ങി കൊണ്ടുപോയി ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുത്ത്, കടലിലൂടെ ഫ്രീ ട്രാൻസ്പോർട്ട്, എയർ കണ്ടീഷൻ്റെ ട്രാൻസ്പോർട്ട് കൊടുത്ത് അവിടെ നിനവെ പട്ടണത്തിൻ്റെ തീരത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. അതാണ് വാസ്തവത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ആശയം. വളരെ മുമ്പേ 10-20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരാശയമാണത്. പ്രപഞ്ചം മുഴുവൻ നമുക്ക് ദാസ്യവൃത്തി ചെയ്യും പ്രപഞ്ച സ്രഷ്ടാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒന്ന് ഉണ്ട്, ആ കഴുതയുടെ പുറത്ത് യേശു സഞ്ചരിച്ചത്. അങ്ങനെ ആ കഴുത, അതുപോലെ സിംഹം ഡാനിയേലിനെ
ഒന്നും ചെയ്യാതിരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ബൈബിളിൽ നിന്ന് എനിക്ക് കിട്ടിയ ആശയങ്ങളാണ്. ഈ ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ, അല്ല, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു ശതാധിപൻ അദ്ദേഹത്തിൻ്റെ വേലക്കാരന് സുഖമില്ലാതായപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? അയാൾ നേരിട്ട് പോയി യേശുവിനെ വിളിക്കുകയാണ്, എൻ്റെ ജോലിക്കാരനെ വന്ന് സുഖപ്പെടുത്തണമെന്ന്. ആ ശതാധിപൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനോട് എന്തുമാത്രം സ്നേഹം പുലർത്തിയിരുന്നു. അപ്പോൾ തൊഴിലാളിയെയും തൊഴിലിനെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന വലിയൊരു ഉദാഹരണം ഞാൻ ബൈബിളിൽ കാണുകയാണ്. തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നൊരു ഭാഗമുണ്ട്. അധ്വാനിക്കാത്തവൻ അപ്പം തിന്നരുത് എന്നാണ്. വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വാചകമാണത്. അധ്വാനിക്കാത്തവൻ അപ്പം തിന്നാൻ യോഗ്യനല്ല എന്ന്. ഞാനൊക്കെ ഇപ്പോഴും കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. 79 വയസ്സിലും. അത് എൻ്റെ പിന്നിൽ ഈ ഒരു വാചകമുണ്ട്. ഒരു പക്ഷേ അധ്വാനിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടുന്നത് ആ വാചകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നതാണ്. അധ്വാനിക്കാത്തവൻ അപ്പം തിന്നാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ബൈബിളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട് എന്താണെന്നോ? മെതിക്കുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുത് എന്നാണ്. പണ്ട് കാളകളെ ഉപയോഗിച്ചാണ് മെതിച്ചിരുന്നത്. ചക്രം തിരിക്കാനായിട്ട് കാളയെ ഉപയോഗപ്പെടുത്തുന്നു. ചക്രം ഈ കറ്റയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ നെന്മണികൾ കൊഴിഞ്ഞു വീഴും. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആ കാളയ്ക്ക് ഒരു കപ്പ് ധാന്യം എടുക്കാനുള്ള കഴിവല്ല, അവകാശമുണ്ട് എന്നാണ്. മെതിക്കുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുത്, അത് തിന്നാനുള്ള അവകാശമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലിനിടയാക്കുമെന്ന്. ശരിക്കും ഈ വിപ്ലവമൊക്കെ ഉണ്ടായത്, തൊഴിലാളി വിപ്ലവമൊക്കെ ഉണ്ടായത് അവർക്കൊന്നും വേണ്ടതുപോലെ കൂലി കൊടുക്കാഞ്ഞിട്ടും പരിഗണന കൊടുക്കാഞ്ഞിട്ടും അവരെ മനുഷ്യരെ പോലെ കണക്കാക്കാഞ്ഞിട്ടും ഒക്കെയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് വിപ്ലവങ്ങൾ ഉണ്ടായത്. വിപ്ലവങ്ങൾ ഉണ്ടായതിൻ്റെ പുറകിൽ തൊഴിലാളികളെ വേണ്ടതുപോലെ കരുതാത്തത് കൊണ്ടാണ്. അവർക്ക് അറിയിക്കുന്ന സ്ഥാനം, അവരാണ് വാസ്തവത്തിൽ ഈ കൃഷികളൊക്കെ, ഈ വിളകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ കെട്ടിടങ്ങൾ ഉയർത്തുന്നത് എല്ലാം അവരാണ്, തൊഴിലാളികളാണ്. അവർ വാസ്തവത്തിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. നിർമ്മാണം നടക്കുന്നത് അവരിലൂടെയാണ്. ഇത്രയും വലിയ താജ്മഹൽ ഉണ്ടായത് എത്രയോ തൊഴിലാളികളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഞാനൊരിക്കൽ വായിച്ചു, താജ്മഹൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ഈ തൊഴിലാളികളുടെയൊക്കെ ഒരു കൈ ഛേദിച്ചു കളഞ്ഞു എന്നാണ്. എന്താ കാരണം? ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അവരിതിനേക്കാൾ വലിയ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഈ കെട്ടിടത്തിന്, ഈ മോണ്യുമെൻറ്റിന് മങ്ങലേൽക്കും. അതുകൊണ്ട് അവർ ഇനി അത് ചെയ്യാൻ പാടില്ല. അവൻ്റെ ആ വൈദഗ്ധ്യം വിച്ഛേദിച്ച് കളഞ്ഞ വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുക. ശരിയാണോ അല്ലോ എന്ന് എനിക്കറിഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഇതൊരു വലിയ ക്രൂരതയാണ്. ഇത്രയും വലിയ മനോഹരമായ ശില്പമുണ്ടാക്കിയ ആ തൊഴിലാളികളെ വാസ്തവത്തിൽ അനുമോദിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് കൊടുത്ത സമ്മാനം എന്താണെന്ന് നോക്കുക. വിദഗ്ധമായ 2 കൈകളുമായി വന്ന് അവർ ഒറ്റക്കയ്യന്മാരായി മടങ്ങിപ്പോയി.
മനുഷ്യൻ തൊഴിലാളികളോട് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകളുടെയൊക്കെ പുറകിലാണ് ഈ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സഭ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് എടുത്തിട്ടുള്ളത് ആരെയാണ്? അത് വിശുദ്ധ യൗസേപ്പിതാവിനെയാണ്, സെയിൻറ്റ് ജോസഫ്. സെയിൻറ്റ് ജോസഫ് ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പോലും ധാരാളം, അദ്ദേഹം ഇവിടെ ഒന്നും വന്നിട്ടില്ല, എന്നിട്ടും സെൻറ്റ് തോമസ് പോലെയല്ല, ഇവിടെ വന്ന ആളാണ്. കേരളത്തിൽ പോലും സെൻറ്റ് ജോസഫ് ആശുപത്രി, ടൈലറിങ് ഷോപ്പ്, കടകൾ, സ്കൂളുകൾ, എത്രയോ സ്ഥാപനങ്ങളാണ്. സെൻറ്റ് ജോസഫിനെ സഭ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ബൈബിളിൽ 2, 3, 4 സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജോസഫ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ 4 സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ അവൻ എന്നൊരു 2 ഭാഗത്തുണ്ട്. അവൻ എന്ന് പറയുന്നത് ആ ജോസഫിനെ ഉദ്ദേശിച്ചാണ്. പിന്നെ അവർ എന്ന് പറയുക, അവിടെ അപ്പനും അമ്മയും ജോസഫും മറിയവുമാണ്. അങ്ങനെ ഒരു മാക്സിമം ഒരു 8 സ്ഥലത്താണ് വിശേഷണമുള്ളൂ. ആ ജോസഫിന് ഒരുപാട് നന്മകളുണ്ട്. നമുക്കൊക്കെ സ്വീകരിക്കാൻ പറ്റിയ കുറേ നന്മകൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഈ ടോക്കിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ചൊരു സ്ഥലത്ത്, ഒരു മാസികയിൽ വായിച്ച ഒരു കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പാണ്. പണിയെടുക്കാൻ അറിയുന്നവൻ തൊഴിലാളിയാകുന്നു, പണിയെടുക്കാൻ അറിയാത്തവൻ തൊഴിലാളി നേതാവാകുന്നു. എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു വാചകമാണത്. ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തു. പഠിക്കാൻ അറിയുന്നവൻ വിദ്യാർത്ഥിയാകുന്നു, പഠിക്കാൻ അറിയാത്തവൻ വിദ്യാർത്ഥി നേതാവാകുന്നു. എന്നാൽ വിശുദ്ധ യൗസേപ്പിനെ മധ്യസ്ഥനായി, തൊഴിലാളികളുടെ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തത് അത് സഭയാണ്. സഭ അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കി തിരഞ്ഞെടുത്തതാണ് എന്ന് ഞാൻ പറയും. ശരിക്കും മനസ്സിലാക്കി തിരഞ്ഞെടുത്തതാണ്. അല്ലേ, അദ്ദേഹം ആശാരിപ്പണിക്കാരനായിരുന്നു. നമ്മുടെ ഭാരതത്തിലെ വിശ്വകർമ്മജർ എന്ന് പറയും, വിശ്വകർമ്മജർ എന്ന് പറയും ഭാരതത്തിൽ. അവർ 5 കൂട്ടരാണ്: ബരാശാരി, കല്ലാശാരി, കരുവാൻ, മൂശാരി, തട്ടാൻ. 5 പേരാണ്. ഇവരാണ് നിർമ്മാണ തൊഴിലാളികൾ. അവരിലൂടെയാണ് എല്ലാം ഉണ്ടായി. ഈ കാണുന്ന സ്ട്രക്ചർ മുഴുവൻ, മനുഷ്യനിർമ്മിത സ്ട്രക്ചർ മുഴുവൻ ഉണ്ടാകുന്നത് ഈ 5 കൂട്ടരിലൂടെയാണ്. വിശ്വകർമ്മജർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരാണ് ആദ്യത്തെ എൻജിനീയേഴ്സ്. നമ്മളവരെ അങ്ങനെയാണ് കാണേണ്ടത്. ആദ്യത്തെ എൻജിനീയേഴ്സിൽ പെട്ടതാണ് ഈ 5 കൂട്ടർ. സൃഷ്ടികർമ്മം നടത്തുന്നവർ, പുനഃസൃഷ്ടി നടത്തുന്നവർ, അവരാണ് എൻജിനീയേഴ്സ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആ എൻജിനീയറിങ് സ്കില്ല് കാണുന്നുണ്ട്. എൻജിനീയറിങ് എന്ന് പറയുന്നത് ക്രമമില്ലാത്തതിൽ നിന്ന് ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് എൻജിനീയറിങ്. ക്രമമില്ലാത്തതിൽ നിന്ന് ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതാണ് എൻജിനീയറിങ്. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ അതാണ് ചെയ്യുന്നത്. ക്രമമില്ലാത്തതിൽ നിന്ന് ക്രമം ഉണ്ടാക്കിയെടുക്കുന്നു. സിമെൻറ്റും മെറ്റലും ഇരുമ്പും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു ഭവനം ഉണ്ടാക്കുമ്പോൾ ക്രമമില്ലാത്തതിൽ നിന്ന് ഒരു ക്രമം ഉണ്ടായി വരികയാണ്. ഒരു തട്ടാൻ ഒരു മോതിരം ഉണ്ടാക്കുമ്പോൾ, ഒരു വളയുണ്ടാക്കുമ്പോൾ, ഒരു ആഭരണം ഉണ്ടാക്കുമ്പോൾ അതിലൊരു ക്രമം കൊടുക്കുകയാണ് നിർമ്മാണ തൊഴിലാളികൾ ചെയ്യുന്നത്. ഔസേപ്പിതാവ് ഒരു വലിയ മരപ്പണിക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിൽ പെരുന്തച്ഛൻ എന്ന് ഒരു പ്രയോഗമുണ്ട്. ഞാൻ ഔസേപ്പിതാവിനെ പെരുന്തച്ഛനായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സ്ഥലത്തൊരു പ്രയോഗമുണ്ട് ബൈബിളിൽ യേശുവിനെ കുറിച്ച്. അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. ആ വാചകം ഔസേപ്പിതാവിനെ കുറിച്ച് വലിയ വർണ്ണന നടത്തുന്ന വാചകമാണ്.
അധ്യായങ്ങൾ എഴുതിയാലും ആ വർണ്ണന തീരുമില്ല. ആ തച്ചൻ്റെ മകനല്ലേ, ആ തച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന അത്രയും വിദഗ്ധനായിട്ടുള്ള ഒരാളായിരുന്നു ഔസേപ്പിതാവ്. തൻ്റെ പ്രവൃത്തിയിൽ ആ തച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ വിദഗ്ധനായ ഒരു തൊഴിലാളിയായിരുന്നു. ആ തൊഴിലാളിയുടെ മകനായിട്ടാണ് യേശു വളർന്നു വന്നത്. ഔസേപ്പിതാവിനുണ്ടായിരുന്ന ചില ഗുണങ്ങൾ, ഒന്നാമത്തെ ഗുണം, അദ്ദേഹം എല്ലാവരും പറയും നീതിമാനായിരുന്നു എന്നുള്ളതാണ്. അവിടെ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. അത് വെറും നീതിയല്ല, ലോകത്തിൻ്റെ നീതിയല്ല. ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ നീതി, യഹൂദരുടെ ഇടയിലുള്ള നീതി അനുവർത്തിക്കുകയായിരുന്നെങ്കിൽ മറിയത്തെ ഉപേക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കല്ലെറിയേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെയ്തില്ല. അവളെ അപമാനിതയാക്കാതിരിക്കാൻ ശ്രമിച്ചു. അപ്പം ദൈവത്തിൻ്റെ നീതി നടപ്പാക്കി. മനുഷ്യരുടെ നീതിയേക്കാൾ വലിയ നീതിയാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി സ്നേഹത്തിൻ്റെ നീതിയാണ്. അതാണ് നടപ്പാക്കിയത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം സഭ ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ പേര് കൂടി മറിയത്തിൻ്റെ പേരിനോട് ചേർത്ത് വിശുദ്ധ കുർബാനയിൽ ബഹുമാനാദരങ്ങൾ അർപ്പിക്കുന്നത്. മുമ്പ് ഔസേപ്പിതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല, മറിയത്തിൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ പേര് കൂടി ചേർത്തിരിക്കുന്നു. സഭ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി പ്രാവർത്തികമാക്കിയ വ്യക്തി. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നീതിയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഭാര്യയോട് ക്ഷമിക്കാനായിട്ട്, ദൈവത്തിൻ്റെ നീതി ഭാര്യയ്ക്ക് കൊടുക്കാൻ, ദൈവത്തിൻ്റെ നീതി ഭർത്താവിന് കൊടുക്കാൻ, ദൈവത്തിൻ്റെ നീതി മക്കൾക്ക് കൊടുക്കാൻ, ദൈവത്തിൻ്റെ നീതി ജോലിക്കാർക്ക് കൊടുക്കാൻ, ദൈവത്തിൻ്റെ നീതി മാതാപിതാക്കൾക്ക് കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഔസേപ്പിതാവിനെ ഇത്രയേറെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണമെന്ന്. രണ്ടാമതായിട്ട് മതാചാരങ്ങൾ ശരിക്കും അനുഷ്ഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് യേശുവിനെ ആ കൃത്യസമയത്ത് 7-ാം ദിവസമോ 8-ാം ദിവസമോ ചേതനാചാരം എന്ന് പറയുന്ന ആ പ്രവൃത്തി മുഴുവനാക്കാൻ ദേവാലയത്തിൽ അർപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പം മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ പലരും അങ്ങനെയല്ല, മതാചാരങ്ങളൊന്നും അനുഷ്ഠിക്കുന്നവരല്ല. അതൊക്കെ ഒരു കുറച്ചിലായിട്ട് ചിന്തിക്കുകയാണ്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തിരുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത വ്യക്തി. ദൈവം നസറത്തിൽ നിന്ന് പോകാനായിട്ട് പറഞ്ഞു, കുട്ടിയെയും കൊണ്ട് പോയി. അതുപോലെ ദൈവം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അതനുസരിച്ച വ്യക്തി. സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഔസേപ്പിതാവ് നന്മരണത്തിൻ്റെ ഒരു ആളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ബുധനാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോവുകയും ഔസേപ്പിതാവിനോട് പ്രത്യേകം ഭക്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് നന്മരണം ലഭിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടായിരിക്കണം? ഔസേപ്പിതാവ് മരിച്ചപ്പോൾ മറിയവും യേശുവും കൂടെ ഉണ്ടായിരുന്നിരിക്കണം. മറിയവും യേശുവും കൂടെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഔസേപ്പിതാവിനെ നന്മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് എടുക്കുന്നത്. നന്മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് നമുക്കും ഇതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് മറിയവും യേശുവും ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതാണ്. സമയമായതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.